ദ ജേർണലിസ്റ്റിലേക്ക് വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നൂറുകണക്കിന് ആളുകളാണ് വി ഡി സതീശനൊപ്പമുള്ള വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്, സ്നേഹാഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാണ് വി ഡി സതീശനെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്ന വിധത്തിൽ ഈ ചിത്രങ്ങളൊക്കെ പലരും പോസ്റ്റ് ചെയ്യുന്നത്. കാരണം വി ഡി സതീശൻ അത്രയ്ക്കും ജനകീയനായ ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ ചെല്ലുന്നിടങ്ങളിലെല്ലാം ജനങ്ങൾ അദ്ദേഹത്തെ പൊതിയാറുണ്ട്, അദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്, സെൽഫി എടുക്കാറുണ്ട്, വീഡിയോകൾ എടുക്കാറുണ്ട്. വി ഡി സതീശൻ ഒരു ജനകീയ നേതാവായതുകൊണ്ട് തന്നെ അതൊന്നും തടയാറില്ല. അവിടെ പഴയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ കട്ടക്കപ്പുറത്തെന്നോ കണ്ണുരുട്ടി പേടിപ്പിക്കലോ മാറി നിൽക്കങ്ങടെന്നോ ഒന്നും വി ഡി പറയാറില്ല. അദ്ദേഹം അത്രയധികം ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നേതാവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര വലിയ പിന്തുണ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാക്കണം എന്ന നിലയിൽ കേരളം തെരുവിലിറങ്ങിയത് അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷെ ഇതിനിടയിൽ പലരും ഞങ്ങൾ വി ഡി സതീശൻ്റെ അടുത്ത ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പല പണികളും ഒപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം എനിക്കറിയാവുന്ന പല കേസുകളിലും പ്രതികളായിട്ടുള്ള തട്ടിപ്പുകാരായിട്ടുള്ള പെണ്ണ് കേസുകളിൽ ഉൾപ്പെടെ ആക്റ്റീവായിട്ട് ഇടപെടുന്ന പല ആളുകളും ഇപ്പം തന്നെ വി ഡി സതീശനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ട് ഇത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്, ഇനി ഞങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കും, അതുകൊണ്ട് ഞങ്ങളെ കാണേണ്ട പോലെ കണ്ടില്ലെങ്കിൽ നീയൊക്കെ പണി മേടിക്കും എന്ന മട്ടിൽ പലരെയും ഭീഷണിപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. വലിയ സെറ്റിൽമെൻറ്റുകൾക്ക് ഇവിടെ കളമൊരുങ്ങുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു നെറ്റ്വർക്കിനെ സംബന്ധിച്ച വിവരങ്ങൾ എൻ്റെ പക്കലുണ്ട്. അത് ഞാൻ ചാനലിലൂടെ വാർത്തയാക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാനായ മുഖ്യമന്ത്രി വി ഡി സതീശന് നൽകുന്നതാണ്. അദ്ദേഹം അത് പരിഗണിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ ജനകീയതയെ ചൂഷണം ചെയ്യാൻ, അതിൻ്റെ മറവിൽ ജനങ്ങളെ പേടിപ്പിച്ച് പണം തട്ടാൻ, പലരെയും പറ്റിക്കാൻ ഒരു ഗൂഢസംഘം ഇവിടെ തയ്യാറായി നിൽപ്പുണ്ട്. വി ഡി സതീശൻ എന്ന അത്യന്തം ജനകീയനായ മുഖ്യമന്ത്രി ആദ്യം അടിച്ച് പുറത്താക്കേണ്ടത്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തി ആരെയൊക്കെ അടുപ്പിക്കണം, അകറ്റി നിർത്തണമെന്ന് തീരുമാനിക്കേണ്ടത് ഇവറ്റകളെയാണ്. അതായത് ഇത്രയും നാൾ വി ഡി സതീശനെതിരെ പിന്നിൽ നിന്ന് കുത്തുകയും വി ഡി സതീശനെതിരെ വലിയ ക്യാമ്പയിനുകൾ നടത്തുകയും സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ഒക്കെ വി ഡി സതീശനെതിരെ പല നീക്കങ്ങൾ നടത്തുകയും സംഘപരിവാറിന് സ്തുതി പാടുകയും ഒക്കെ ചെയ്യുന്ന പല ഗൂഢസംഘങ്ങളും ഇപ്പം ചക്കയിൽ ഈച്ച പൊതിയുന്നത് പോലെ സതീശൻ നമ്മുടെ അണ്ണനാണ്, നമ്മുടെ നേതാവാണെന്നും പറഞ്ഞ് ആ കാല് നക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ അടുപ്പിക്കുമ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി വി ഡി സതീശൻ സൂക്ഷിക്കണം. അങ്ങയുടെ ജനകീയത, അങ്ങയുടെ സ്വീകാര്യത വിറ്റ് കാശാക്കാനുള്ള വലിയ നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാനിത് പറയാനുള്ളൊരു കാരണം, കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏതാണ്ട് 10-11 മണിക്കൂർ മുമ്പ് ഞാൻ ഒരു ചാനലിൽ ഒരു വീഡിയോ കണ്ടു. അത് ബഹുമാന്യനായ അഡ്വക്കേറ്റ് എ ജയശങ്കറിൻ്റെ വീഡിയോ ആയിരുന്നു. അഡ്വക്കേറ്റ് എ ജയശങ്കർ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഉപദേഷ്ടാവ് എന്ന നിലയിൽ സ്വയം ചമഞ്ഞുകൊണ്ട് കുറേയധികം ഉപദേശങ്ങൾ ഇങ്ങനെ, അതായത് കോൺഗ്രസിനുള്ളിൽ അങ്ങയെ വെട്ടാൻ ശ്രമിച്ച ഒരുപാട് പേരുണ്ട്, യൂദാസുമാരുണ്ട്, ഒറ്റുകാരുണ്ട്, ഇവർക്കിട്ടൊക്കെ പണിയണമെന്ന ഒരു ധ്വനി ഉയർത്തുന്ന വിധത്തിൽ വീഡിയോകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് വി ഡി സതീശൻ്റെ ഉപദേഷ്ടാവ് ഞാനാണ് എന്ന മട്ടിലാണ് അഡ്വക്കേറ്റ് എ ജയശങ്കറിൻ്റെ പരാക്രമങ്ങളെല്ലാം. അതിന് പിന്നിൽ സംഘപരിവാറിൻ്റെ അജണ്ടയുണ്ട്, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ബുദ്ധിയുണ്ട് എന്ന് ന്യായമായും ഞാൻ സംശയിക്കുന്നു. കാരണം കേരളത്തിൽ സംഘപരിവാർ വളർന്ന് പന്തലിച്ച് വടവൃക്ഷമാകണം എന്ന നിലയിൽ കാലങ്ങളായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘപരിവാറിൻ്റെ കറകളഞ്ഞ പ്രചാരകനെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഇടപെടുന്നയാളാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് എനിക്ക് പലപ്പോഴും വ്യക്തിപരമായി തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല ചർച്ചകൾ കാണുമ്പോഴും സംഘപരിവാറിന് വലിയ തോതിൽ പുകഴ്ത്തുന്ന, സംഘപരിവാർ കേരളം ഭരിക്കണമെന്ന് കരുതുന്ന ഒരാളായി ജയശങ്കറിന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം നേരെ കോൺഗ്രസിനെ ശുദ്ധീകരിക്കാൻ, വി ഡി സതീശനെ രക്ഷിക്കാൻ ഒരു രക്ഷകൻ, ഉപദേഷ്ടാവ് എന്ന നിലയിൽ പറന്നിറങ്ങുകയാണ്. അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന വീഡിയോകൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി ഓടിയിട്ടുള്ള ഒരു വീഡിയോ പറയുന്നു നോക്കുക. സതീശനെ ഒറ്റിയ യൂദാസുമാർ വെറും വിഷമല്ല, പൊട്ടാസ്യം സൈനൈഡ് ഉമ്മൻചാണ്ടിക്ക് തന്നെ പണി കൊടുത്താണ് തുടക്കം എന്നാണ് പറയുന്നത്. എന്നിട്ട് ഷാഫി പറമ്പിലിൻ്റെ ഒരു വലിയ ചിത്രവും കൊടുത്തിരിക്കുന്നു. അതായത് ഷാഫി പറമ്പിലിനെ അടിച്ചു വീഴ്ത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി വലിയൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഇപ്പം തന്നെ. ഞാൻ വെറുതെ പറയുന്നതല്ല, ഷാഫി പറമ്പിൽ തന്നെ ആ അറ്റാക്കിൽ ബോധവാനാണ്, ആ അറ്റാക്കിനെ കുറിച്ച് ബോധവാനാണ്. വലിയ തോതിലുള്ള സങ്കടം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് ആദ്യം ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. നിങ്ങൾ എന്തായി പറയുന്നത്? അദ്ദേഹം ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, കോൺഗ്രസിൻ്റെ സീനിയർ ലീഡറാണ്, എത്രയോ തവണ MP ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് പാർട്ടിയായിട്ടുള്ള സംസാരിക്കാനുള്ള ഒരു കാര്യത്തിൽ ഞാൻ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞത് എവിടെ നിന്നുണ്ടായ വാർത്തയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്ര വലിപ്പം എനിക്കില്ല. സ്നേഹിച്ചതിലും 100 ഇരട്ടി നിന്നെ വെറുക്കുന്നു, ഇരുണ്ടത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിലിനെതിരെ ലീഗ് കേന്ദ്രങ്ങളിലടക്കം വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണിത്.
ഇപ്പോൾ ഷാഫി പറമ്പിൽ വലിയ നിരാശയിലാണ് ഇപ്പോൾ. കാരണം ഷാഫി പറമ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാലിൻ്റെ പേര് പറഞ്ഞുവെന്നും കെ സി വേണുഗോപാലിന് വേണ്ടി ചില നീക്കങ്ങൾ നടത്തിയെന്നുമൊക്കെയാണ് ഇവിടുത്തെ പല മാധ്യമങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ തോതിൽ പ്രചരിക്കുകയും ഷാഫിക്കെതിരെ വലിയ സൈബർ ആക്രമണം നടക്കുകയും ചെയ്തു. നമുക്കറിയാം, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ഒരു ഐക്കണായിരുന്നു. കോൺഗ്രസിൻ്റെ എത്ര സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം കേരളം മുഴുവൻ തെക്ക് വടക്ക് ഓടി നടന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളെ കൊണ്ടുവന്ന് വലിയ ക്യാമ്പയിൻ, സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു ഷാഫി. അതുകൊണ്ട് തന്നെ ഷാഫിയെ വീഴ്ത്തുക എന്നുള്ളത് പലരുടെയും ലക്ഷ്യമാണ്, പ്രത്യേകിച്ച് സംഘപരിവാറും സി പി എം വടകരയിലെ ആ തോൽവിക്ക് ശേഷം, ടീച്ചറമ്മയുടെ തോൽവിക്ക് ശേഷം ഷാഫിയെ എങ്ങനെയെങ്കിലും അട്ടിക്കണമെന്ന് ആലോചിച്ച് നടക്കുകയാണ്. BJPയുടെ സംഘപരിവാറിൻ്റെ പ്രശ്നം ഷാഫിയുടെ മതമാണ്. ഷാഫിയെ പോലൊരു മുസ്ലിം നേതാവ് ഉയർന്നു വരുന്നത്, ഭാവിയിലെ മുസ്ലിം മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് ഇവനെ ഇപ്പോഴേ അടിക്കണം എന്നുള്ള നിലയിലാണ് BJP ഷാഫിയെ ശത്രുവായി പ്രഖ്യാപിച്ചത്. ഇതിനിടയിലാണ് ഷാഫി പറമ്പിൽ വലിയ കുഴപ്പക്കാരനാണ്, ഷാഫി പറമ്പിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിലിനെതിരെ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ നേതൃത്വത്തിൽ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ VD സതീശൻ കേരള മുഖ്യമന്ത്രിയാകുമ്പോൾ യൂദാസുമാരെ ചവിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയശങ്കർ തുടങ്ങുന്നത്. ഒറ്റുകാരൻ സണ്ണി ജോസഫാണ്, പാല് കൊടുത്ത കൈക്ക് കൊത്തിയ ആളാണ്, KPCC അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ കോമഡി പീസായി മാറി എന്നൊക്കെ പറഞ്ഞ് സണ്ണി ജോസഫിനെ കുറേ അങ്ങ് കളിയാക്കിയതിന് ശേഷം ഈ വീഡിയോയിൽ ജയശങ്കർ ഷാഫിയെ അറ്റാക്ക് ചെയ്യുകയാണ്. അത് ഞാൻ സതീശൻ്റെ ഒരു ഉപദേഷ്ടാവാണ് എന്ന് സ്വയം ചമയുന്നു എന്ന് എനിക്ക് തോന്നുന്ന വിധത്തിലാണ് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ പരാമർശങ്ങളൊക്കെയും. അതായത് VD സതീശനെ രക്ഷിക്കണം, യുവമാരെയൊക്കെ VD സതീശൻ ചവിട്ടി കൂട്ടണം എന്ന മട്ടിലേക്കുള്ള ഒരു വല്ലാത്ത ആക്രമണോത്സുകതയോടുകൂടിയാണ് ജയശങ്കർ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ സംസാരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. KC വേണുഗോപാലിന് വേണ്ടി രംഗത്തിറങ്ങിയത് ഷാഫിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ VD സതീശൻ നടപടിയെടുത്തതാണ് ഇവർ തമ്മിൽ തെറ്റാൻ കാരണം. ഏറ്റവും വലിയ യൂദാസ് ഒറ്റുകാരൻ ഷാഫിയാണ്. സതീശൻ്റെ വലങ്കൈയായി നിന്നു, പക്ഷെ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ തെറ്റി. അതുകൊണ്ട് സതീശനെ അടിച്ചു വീഴ്ത്താൻ നടക്കുകയാണ് ഷാഫി. KC മുഖ്യമന്ത്രിയായാൽ ഷാഫി KPCC അധ്യക്ഷനാകുമെന്നായിരുന്നു കരുതിയിരുന്നത്. ഉമ്മൻചാണ്ടിയുടെ ആളായി വന്ന് ഉമ്മൻചാണ്ടിയെ വെട്ടിയവനാണ് ഷാഫി പറമ്പിൽ. ടാങ്ക് വയ്ക്കാൻ തയ്യാറായി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്താൻ തയ്യാറായി നിൽക്കുന്ന, പാര വയ്ക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് ഷാഫി. അതുകൊണ്ട് ഒരുപാട് പേരെ അയാൾ കരയിപ്പിച്ചിട്ടുണ്ട്. കരുണാകരൻ്റെ അനന്തരവനായി വരും പാരവെപ്പിൻ്റെ കാര്യത്തിൽ ഷാഫി. അതുകൊണ്ട് ഷാഫിയെ ഉയരാൻ സമ്മതിക്കരുത്, ഷാഫിയെ അധ്യക്ഷനാക്കാൻ സമ്മതിക്കരുത്, ഷാഫിയെ ഇടം വലം തിരിയാൻ അനുവദിക്കരുത്, ഷാഫിയെ വെട്ടി വീഴ്ത്തണം എന്ന് പരോക്ഷമായി സൂചനകൾ നൽകുന്ന വിധത്തിൽ, അദ്ദേഹം ഡയറക്റ്റായിട്ട് പറയുന്നില്ല, പക്ഷെ പരോക്ഷമായി അത്തരത്തിൽ ഷാഫി പറമ്പിലിനെ വെച്ച് പൊറുപ്പിക്കരുത് എന്ന സൂചന നൽകുന്ന വിധത്തിലാണ് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. 10 മണിക്കൂർ കൊണ്ട് 1,71,000 പേര് ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇത് വലിയ ചർച്ചയായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അത് ലീഗ് കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയൊരു സ്പ്ലിറ്റ് ഷാഫി പറമ്പിലിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്ന റീച്ച്. കാരണം ഇതൊരു വലിയ പ്രധാനപ്പെട്ട ചാനലിലൊന്നുമല്ല ഈ വീഡിയോ വന്നിരിക്കുന്നത്, ഏതോ ഒരു നക്കാപ്പിച്ച ചാനലിലാണ്, ആരും കാണാതിരിക്കുന്ന ഒരു ചെറിയൊരു ചാനൽ, ഒരൊറ്റ മനുഷ്യനെത്തി നോക്കാത്ത വിധത്തിലുള്ള റീച്ച് താരതമ്യേന വളരെ കുറവുള്ളൊരു ചാനലിൽ ഈ വീഡിയോ മാത്രം വളരെ വലിയ ഹൈപ്പിലോടുകയാണ്. അതിന് കാരണം ഇത് കോൺഗ്രസ് കേന്ദ്രങ്ങളിലും ലീഗ് കേന്ദ്രങ്ങളിലുമൊക്കെ വ്യാപകമായിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. അതായത് ഷാഫി പറമ്പിലിന് ഒരു വലിയ പണി വരുന്നു, അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ നിലയ്ക്ക് നിർത്തേണ്ടതുണ്ട് എന്ന നിലയിൽ മുസ്ലിം ലീഗിനുള്ളിൽ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ വലിയ ആലോചനകളും ചർച്ചകളും, അതായത് അണികളുടെ ഭാഗത്ത് നിന്ന് വലിയ ക്യാമ്പയിനുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ VD സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഷാഫി പറമ്പിലിട്ട പോസ്റ്റ്, ആ സ്ക്രീൻഷോട്ട് ഒന്ന് കാണിക്കുക. ആ പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള തെറികൾ, കോൺഗ്രസ്സുകാരും ലീഗുകാരും ഷാഫി പറമ്പിലിനെ വിളിച്ചിട്ടുള്ള ചീത്തകൾ, തെറികളൊക്കെ നോക്കുക. ഷാഫി പറമ്പിൽ ഒറ്റയടിക്കാണ് സ്റ്റാർ ക്യാമ്പയിനർ സ്ഥാനത്ത് നിന്ന് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയത്. അപ്പോൾ ആ ഷാഫി പറമ്പിലിനെ ഇനിയും അടിക്കുക, എവിടെയും ഇല്ലാത്ത വിധത്തിൽ കോൺഗ്രസ് സംവിധാനത്തിൽ നിന്ന് എടുത്തെറിയുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള വലിയ ക്യാമ്പയിനാണ് ജയശങ്കർ തുടക്കമിട്ടിരിക്കുന്നത്. ഇതിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ലീഗിലും കോൺഗ്രസിലും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്, അല്ലെങ്കിൽ ഉയർന്നു വരുന്നുണ്ട് അണികൾക്കിടയിൽ അടക്കം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ജയശങ്കർ പറഞ്ഞത് ശരിയാണ് എങ്കിൽ, അതായത് VD സതീശനും ഷാഫിയും വലിയ അന്തരത്തിലേക്ക് പോവുകയാണ്, KCക്ക് വേണ്ടി ഷാഫി വലിയ തോതിൽ പണിയെടുത്തു എന്നൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ഷാഫിക്ക് 8ൻ്റെ പണി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെയെങ്കിൽ ജയശങ്കർ പറഞ്ഞത് കൃത്യമായി സംഭവിക്കാനും അത് VD സതീശൻ ഉൾക്കൊണ്ട് നടപ്പാക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ VD സതീശൻ്റെ ഉപദേഷ്ടാവ് എന്ന നിലയിൽ ഒന്നുകൂടി ജയശങ്കറിന് ഞെളിഞ്ഞിരിക്കാൻ കഴിയും എന്ന കാര്യത്തിലും സംശയമില്ല.